നെക്സ്റ്റ് സെക്ഷൻ ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഹയർ സെക്കൻഡറി മുതൽ പഠിക്കുന്നതാണ് ഈ ഫംഗ്ഷനെ കുറിച്ച്. ഈ ഫംഗ്ഷനെ ഫ്ലോർ ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമല്ല സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻഡ് ആയ ഒരു ഇൻറ്റിജർ വാല്യൂഡ് ഫംഗ്ഷനാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷൻ ഒരു നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ അല്ല. എന്നിരുന്നാലും ഈ ഫംഗ്ഷന് നമ്പർ തിയറിയിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ആ അപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓർ ഫ്ലോർ ഫംഗ്ഷൻ ഓഫ് എ റിയൽ നമ്പർ എക്സ് denoted by greatest integer x is the greatest integer less than or equal to x. That is, greatest integer x is the unique integer satisfying x minus 1 less than greatest integer x less than or equal to x. അതായത് എക്സ് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. ദെൻ ആ നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സിനേക്കാൾ താഴെയോ അതല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആണ്. എക്സ് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഈക്വൽ ടു എക്സ് തന്നെയായിരിക്കും. എക്സ് ഒരു ഇൻറ്റിജർ അല്ല എന്നുണ്ടെങ്കിൽ എക്സിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ ഏതാണോ അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സിൻ്റെ വാല്യൂ. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എക്സ് മൈനസ് വണ്ണും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സും ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 8 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 8ൻ്റെ വാല്യൂ 8 തന്നെയാണ്. സിമിലർലി -8 ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -8 ഈക്വൽ ടു -8. ദെൻ എക്സ് ഈക്വൽ ടു 6.58 എന്ന് ചൂസ് ചെയ്താൽ അതൊരു ഇൻറ്റിജർ അല്ല. 6.58നേക്കാൾ താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 6 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 6.58 ഈക്വൽ ടു 6 ആണ്. അതുപോലെ -6.58 ഒരു ഇൻറ്റിജർ അല്ല. ആ നമ്പറിനേക്കാൾ താഴെയുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -7 ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -6.58 ഈക്വൽ ടു -7. സോ ജനറലായിട്ട് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുക, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ഈക്വൽ ടു എക്സ് ആവുക എക്സ് ഒരു ഇൻറ്റിജർ ആകുമ്പോൾ മാത്രമാണ്. ദെൻ എക്സ് ഒരു ആർബിട്രറി റിയൽ നമ്പർ ആണെങ്കിൽ എക്സ് -1 ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് എക്സിനെ നമുക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് പ്ലസ് തീറ്റ for a suitable choice of theta with 0 less than or equal to theta less than 1. എക്സ് ഒരു ഇൻറ്റിജർ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. എക്സ് ഒരു ഇൻറ്റിജർ അല്ല എന്നുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഹെൻസ് ഫോർ എനി റിയൽ നമ്പർ എക്സ് ആൻഡ് ഫോർ എനി ഇൻറ്റിജർ എൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് പ്ലസ് എൻ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് പ്ലസ് തീറ്റ പ്ലസ് എൻ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ 1 which is equal to greatest integer of greatest integer x plus n plus theta. Then greatest integer x ഉം n ഉം integers ആയതുകൊണ്ട് greatest integer x plus n ഒരു integer ആയിരിക്കും. and 0 less than or equal to theta less than 1. 0 less than or equal to theta less than 1 ആയതുകൊണ്ട് greatest integer of greatest integer x plus n plus theta equal to greatest integer x plus n ആയിരിക്കും. Therefore, greatest integer of x plus n equal to greatest integer x plus n for any real number x and for any integer n. Then x ഉം y ഉം ആർബിട്രറി ആയിട്ടുള്ള രണ്ട് റിയൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക. Then x equal to greatest integer x plus theta 1 for some 0 less than or equal to theta 1 less than 1 and y equal to greatest integer y plus theta 2 for some 0 less than or equal to theta 2 less than 1. So greatest integer of x plus y equal to greatest integer of greatest integer x plus theta 1 plus greatest integer y plus theta 2 which is equal to greatest integer of greatest integer x plus greatest integer y plus theta 1 plus theta 2. ഇവിടെ theta 1 plus theta 2 less than 1 ആവണമെന്ന് നിർബന്ധമില്ല. So which is equal to greatest integer x plus greatest integer y plus greatest integer of theta 1 plus theta 2. ചില കേസിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈക്വൽ ടു 1 ആയിരിക്കും. തീറ്റ 1 പ്ലസ് തീറ്റ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ, തീറ്റ 1 പ്ലസ് തീറ്റ 2 ലെസ് ദാൻ 1 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 ഈക്വൽ ടു 0 ആയിരിക്കും. സോ ജനറൽ കേസിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വൈ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2.
ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് മുകളിലത്തെ ഇക്വേഷനിൽ നിന്നും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വൈ എന്ന് കിട്ടും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് ഒരു പ്രൈം നമ്പർ പി എൻ ഫാക്ടോറിയലിൻ്റെ പ്രൈം ഫാക്ടറൈസേഷന് എത്ര ടൈംസ് അപ്പിയർ ചെയ്യും എന്നുള്ള കാര്യമാണ്. വെർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ, അതായത് പി ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ ഹയസ്റ്റ് പവർ ഓഫ് പി ദാറ്റ് ഡിവൈഡ്സ് എൻ ഫാക്ടോറിയൽ വെർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത്. എൻ ചെറിയൊരു നമ്പർ ആണെങ്കിൽ എൻ ഫാക്ടോറിയലിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ടേക്ക് പി ഈക്വൽ ടു 3 ആൻഡ് എൻ ഈക്വൽ ടു 9, ദെൻ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9. ഇതിൽ 4 ഈക്വൽ ടു 2 സ്ക്വയർ ആണ്, 6 ഈക്വൽ ടു 2 ഇൻറ്റു 3, 8 ഈക്വൽ ടു 2 ക്യൂബ്, 9 ഈക്വൽ ടു 3 സ്ക്വയർ. ഇതെല്ലാം യൂസ് ചെയ്താൽ 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 2⁻7 ഇൻറ്റു 3⁻4 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന് കിട്ടും. സോ 9 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പിയുടെ, അതായത് 3യുടെ ഹയസ്റ്റ് പവർ 4 ആണ്. എന്നൊരു ലാർജ് നമ്പർ ആണെങ്കിൽ ഇതുപോലെ എൻ ഫാക്ടോറിയലിൻ്റെ കാനോനിക്കൽ ഫോം കണ്ടുപിടിച്ച് അതിൽ നിന്നും എൻ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം നമ്പർ പിയുടെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ല. സോ എൻ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും എൻ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ പിയുടെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 1, ഇഫ് എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ പി എ പ്രൈം, then the exponent of the highest power of p that divides n factorial is summation k equal to 1 to infinity greatest integer of n by p raised to k, where the series is finite because greatest integer of n by p raised to k equal to 0 for p raised to k greater than n. n ഒരു പോസിറ്റീവ് ഇൻറ്റിജറും പി ഒരു പ്രൈം നമ്പറുമാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ എൻ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പിയുടെ ഹയസ്റ്റ് പവറിൻ്റെ എക്സ്പോണൻറ്റ് സമ്മേഷൻ കെ ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി റേസ് ടു കെ ആയിരിക്കുമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ഇവിടെ ഈ സമ്മേഷനിൽ കെ 1 മുതൽ ഇൻഫിനിറ്റി വരെയാണ് വാരി ചെയ്യുന്നത്. ബട്ട് ഈ സീരീസിൽ ഫൈനറ്റ്ലി മെനി ടേംസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കാരണം എന്നൊരു ഫിക്സഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസിന് ശേഷം പി റേസ് ടു കെ ഗ്രേറ്റർ ദാൻ എൻ ആയിരിക്കും. പി റേസ് ടു കെ ഗ്രേറ്റർ ദാൻ എൻ ആയാൽ എൻ ബൈ പി റേസ് ടു കെ 0ക്കും 1നും ഇടയിലുള്ള ഒരു റിയൽ നമ്പർ ആയിരിക്കും. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി റേസ് ടു കെ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഫോർ എനി എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി റേസ് ടു എമ്മും 0 ആയിരിക്കും. സോ ഒരു പർട്ടിക്കുലർ സ്റ്റേജസിന് ശേഷം ആ സീരീസിലെ എല്ലാ ടേംസും 0 ആയിരിക്കും. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ സീരീസിൽ ഫൈനൈറ്റ്ലി മെനി ടേംസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമുക്കറിയാം എൻ ഫാക്ടോറിയൽ ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ ആണെന്ന്. പ്രൈം പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയാൽ മാത്രമേ പി എൻ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുകയുള്ളൂ. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ദെൻ എന്നിനേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ടുള്ള പിയുടെ മൾട്ടിപ്പിൾസ് പി, 2p എക്സെട്ര ടി പി ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നൊരു ഫിക്സഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഫൈനൈറ്റ്ലി മെനി പിയുടെ മൾട്ടിപ്പിൾസ് മാത്രമേ എന്നിനേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ട് വരികയുള്ളൂ. ദെൻ അത്തരത്തിലുള്ള പിയുടെ ഹൈസ്റ്റ് മൾട്ടിപ്പിൾ ടി പി ആയിരിക്കും. ദാറ്റ് ഈസ് ടി പി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ സച്ച് ദാറ്റ് ടി പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഇൻ അതർ വേർഡ്സ് ടി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ പി. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി ഈക്വൽ ടു ടി ആയിരിക്കും. എന്നേക്കാൾ താഴെയോ ഈക്വലോ ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എൻ ഫാക്ടോറിയലിൽ ഒക്കർ ചെയ്യുമെന്നുള്ളതുകൊണ്ട് എൻ ഫാക്ടോറിയലിൽ എക്സാക്ട്ലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി മൾട്ടിപ്പിൾസ് ഓഫ് പി ആണ് ഒക്കർ ചെയ്യുക. അവ പി, 2p, 3p എക്സെട്ര ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി ഇൻറ്റു പി ആയിരിക്കും. ദെൻ പിയുടെ ഈ മൾട്ടിപ്പിൾസിൽ പി സ്ക്വയർ ഫാക്ടറായിട്ട് വരുന്ന ഇൻറ്റിജേഴ്സും പി ക്യൂബ് ഫാക്ടറായിട്ട് വരുന്ന ഇൻറ്റിജേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടേക്ക് എൻ ഈക്വൽ ടു 9 ആൻഡ് പി ഈക്വൽ ടു 2. Then n factorial equal to 9 factorial which is equal to 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9. ഇതിൽ പിയുടെ, അതായത് 2വിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2, അതായത് 4 മൾട്ടിപ്പിൾസ് ആണുള്ളത്. 2, 4, 6 ആൻഡ് 8. 2 സ്ക്വയറിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2 സ്ക്വയർ, അതായത് 2 മൾട്ടിപ്പിൾസ് ഉണ്ട്, 4ഉം 8ഉം.
2 ക്യൂബിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2 ക്യൂബ്, അതായത് 1 മൾട്ടിപ്പിൾ ആണുള്ളത്, അത് 8 ആണ്. 2⁴ ഗ്രേറ്റർ ദാൻ 9 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2⁴ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ 9 ഫാക്ടോറിയലിൽ ഒക്കർ ചെയ്യുന്ന പിയുടെ, അതായത് 2വിൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കുവാൻ വേണ്ടി 9 ഫാക്ടോറിയലിൽ ഒക്കർ ചെയ്യുന്ന p⁻1 ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റിജേഴ്സിൻ്റെയും p² ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റിജേഴ്സിൻ്റെയും p³ ഡിവൈഡ് ചെയ്യുന്ന ഇൻറ്റിജേഴ്സിൻ്റെയും നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഹയസ്റ്റ് പവർ ഓഫ് 2 ദാറ്റ് ഡിവൈഡ്സ് 9 ഫാക്ടോറിയൽ ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2⁴ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2⁴ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2⁴ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 9/2⁴ plus greatest integer of 9/2⁵ plus etc., which is equal to 4 plus 2 plus 1 plus 0 plus 0 plus etc., which is equal to 7. So highest power of 2 that divides 9 factorial is 7. നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്തിരുന്നു. 9 ഫാക്ടോറിയൽ ഈക്വൽ ടു 2⁻7 ഇൻറ്റു 3⁴ ഇൻറ്റു 5 ഇൻറ്റു 7 ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് ജനറൽ കേസിലേക്ക് വരാം. ഇവിടെ n ഫാക്ടോറിയലിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള പിയുടെ ഹയസ്റ്റ് പവറിൻ്റെ എക്സ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആഡ് ദി നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എമംഗ് 1 2 3 etc. n that are divisible by p to the number of integers among 1 2 3 etc. n that are divisible by p², and then add the number of integers that are divisible by p³ and so on. ദെൻ നേരത്തെ പറഞ്ഞതുപോലെ 1 2 3 etc. n ഈ ഇൻറ്റിജേഴ്സിൽ p² കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p² ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. അവ p², 2 ഇൻറ്റു p², 3 ഇൻറ്റു p² etc. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p² ഇൻറ്റു p² ആയിരിക്കും. അതുപോലെ p³ കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p³ ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. അവ p³ 2 ഇൻറ്റു p³, 3 ഇൻറ്റു p³ etc. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p³ p³ ആയിരിക്കും. ഇതുപോലെ കണ്ടിന്യൂ ചെയ്തു പോകുക. ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസ് കഴിഞ്ഞാൽ p⁻k ഗ്രേറ്റർ ദാൻ n ആയിരിക്കും. കാരണം n ഒരു ഫിക്സഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ആ സിറ്റുവേഷനിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻k ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആയിട്ടുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ m ചൂസ് ചെയ്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻m ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പിയുടെ ഹയസ്റ്റ് പവർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻2 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻3 പ്ലസ് എക്സെട്ര പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻k-1 ആയിരിക്കും. ദെൻ k മുതലുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ m ചൂസ് ചെയ്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻m ഈക്വൽ ടു 0 ആയതുകൊണ്ട് ആ ഫൈനൈറ്റ് സമ്മിൻ്റെ കൂടെ സീറോസ് ആഡ് ചെയ്താലും റിസൾട്ടിങ് സമ്മിന് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. സോ ദി ഹയസ്റ്റ് പവർ ഓഫ് p ദാറ്റ് ഡിവൈഡ്സ് n ഫാക്ടോറിയൽ ഈസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n/p⁻k. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദി ഹയസ്റ്റ് പവർ ഓഫ് 7 വിച്ച് ഡിവൈഡ്സ് 900 ഫാക്ടോറിയൽ. 900 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 7ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ n ഈക്വൽ ടു 900, p ഈക്വൽ ടു 7. തിയറം 1ലെ ഫോർമുല അപ്ലൈ ചെയ്താൽ ഹയസ്റ്റ് പവർ ഓഫ് 7 ദാറ്റ് ഡിവൈഡ്സ് 900 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7⁻k എന്ന് കിട്ടും. നൗ ഫോർ ഈച്ച് k ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7⁻kയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. 900 ഡിവൈഡഡ് ബൈ 7 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 128.57 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 128 ആണ്. 900 ഡിവൈഡഡ് ബൈ 7² അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 18.367 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7² ഈക്വൽ ടു 18 ആണ്. 900 ഡിവൈഡഡ് ബൈ 7³ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.62 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7³ ഈക്വൽ ടു 2 ആണ്. 900 ഡിവൈഡഡ് ബൈ 7⁻4 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.375 ആയതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7⁻4 ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ഫോർ എനി k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 900 ഡിവൈഡഡ് ബൈ 7⁻k ഈക്വൽ ടു 0 ആയിരിക്കും.
Therefore, the highest power of 7 that divides 900 factorial is equal to summation k equal to 1 to infinity greatest integer of 900 divided by 7 raised to k, which is equal to greatest integer of 900 divided by 7 plus greatest integer of 900 divided by 7 square plus greatest integer of 900 divided by 7 cube. ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും, which is equal to 128 plus 18 plus 2, which is equal to 148. സോ 900 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 7ൻ്റെ ഹയസ്റ്റ് പവർ 148 ആണ്. അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് സീറോസ് വിത്ത് വിച്ച് ദി ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് 50 ഫാക്ടോറിയൽ ടെർമിനേറ്റ്സ്. 50 ഫാക്ടോറിയലിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോഴുള്ള സീറോസ് എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ എക്സ്പ്രഷൻ്റെ എൻഡിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എത്ര സീറോസ് ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിച്ചാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ 4 ആണെങ്കിൽ n ഫാക്ടോറിയലിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എൻഡ് ചെയ്യുന്നത് 4 സീറോസിലായിരിക്കും. സോ ഇവിടെ 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിച്ചാൽ മതി. ബട്ട് 10 ഒരു പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് ഇത് കണ്ടുപിടിക്കുവാൻ നമുക്ക് ഡയറക്റ്റ് ഫോർമുലാസ് ഒന്നും തന്നെയില്ല. സോ നമുക്ക് ആദ്യം 10നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 10 ഈക്വൽ ടു 2 × 5 ആണ്. ദെൻ 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെയും 5ൻ്റെയും ഹയസ്റ്റ് പവർ കണ്ടുപിടിച്ച് അതിൽ സ്മോളസ്റ്റ് വൺ ചൂസ് ചെയ്താൽ അതായിരിക്കും 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ. അതായത് 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവർ k1ഉം 5ൻ്റെ ഹയസ്റ്റ് പവർ k2 ആണെന്ന് അസ്യൂം ചെയ്യുക. ചൂസ് k ഈക്വൽ ടു മിനിമം ഓഫ് k1 ആൻഡ് k2. ദെൻ 2 raised to k divides 50 factorial and 5 raised to k divides 50 factorial, which implies 10 raised to k divides 50 factorial. So 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ k ആയിരിക്കും. സോ നമുക്ക് 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെയും 5ൻ്റെയും ഹയസ്റ്റ് പവേഴ്സ് കണ്ടുപിടിക്കാം. By theorem 1, the exponent of highest power of 2 that divides 50 factorial is summation k equal to 1 to infinity greatest integer of 50 by 2 raised to k ആണ്. Now greatest integer of 50 by 2 equal to 25. Greatest integer of 50 by 2 square equal to 12. Greatest integer of 50 by 2 cube equal to 6. Greatest integer of 50 by 2 raised to 4 equal to 3. Greatest integer of 50 by 2 raised to 5 equal to 1. Greatest integer of 50 by 2 raised to 6 equal to 0. Then 6നേക്കാൾ ഗ്രേറ്റർ ആയ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും greatest integer of 50 by 2 raised to kയും 0 ആയിരിക്കും. Therefore, the exponent of the highest power of 2 that divides 50 factorial is greatest integer of 50 by 2 plus greatest integer of 50 by 2 square plus greatest integer of 50 by 2 cube plus greatest integer of 50 by 2 raised to 4 plus greatest integer of 50 by 2 raised to 5. ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും, which is equal to 25 plus 12 plus 6 plus 3 plus 1, which is equal to 47. So 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവർ 47 ആണ്. ഇനി നമുക്ക് 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 50 by 5 ഈക്വൽ ടു 10. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 50 by 5 സ്ക്വയർ ഈക്വൽ ടു 2. Greatest integer of 50 by 5 cube equal to greatest integer of 50 by 125, which is equal to 0. Then k greater than or equal to 3 ആണെങ്കിൽ greatest integer of 50 by 5 raised to k equal to 0 ആയിരിക്കും. Therefore, the exponent of the highest power of 5 that divides 50 factorial is greatest integer of 50 by 5 plus greatest integer of 50 by 5 square. ബാക്കി എല്ലാ ടേംസും 0 ആയിരിക്കും, which is equal to 10 plus 2, അതായത് 12. സോ 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ 12 ആണ്. 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവർ 47 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇതിൽ മിനിമം 12 ആയതുകൊണ്ട് 50 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ 12 ആയിരിക്കും. അതുതന്നെയാണ് 50 ഫാക്ടോറിയലിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എൻഡ് ചെയ്യുന്ന സീറോസിൻ്റെ നമ്പറും. Therefore, the decimal expansion of 50 factorial is ends with 12 zeros. അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, Rnേക്കാൾ താഴെയുള്ള ഏതെങ്കിലും പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് NCR ഒരു ഇൻറ്റിജർ ആയിരിക്കും എന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്.
Theorem 2. If n and r are positive integers with 1 less than or equal to r less than n, then the binomial coefficient NCR equal to n factorial divided by r factorial into n minus r factorial is also an integer. r factorial into n minus r factorialൻ്റെ ഏതൊരു പോസിറ്റീവ് ഫാക്ടർ ചൂസ് ചെയ്താലും അത് n ഫാക്ടോറിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെ പ്രൂവ് ചെയ്താൽ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ n ഫാക്ടോറിയലിൻ്റെ ഒരു ഡിവൈസർ ആണെന്നും അതിൽ നിന്നും n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഒരു ഇൻറ്റിജർ ആണെന്നും നമുക്ക് പറയുവാൻ സാധിക്കും. r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് ആ നമ്പറിനെ കാനോനിക്കൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. ദാറ്റ് ഈസ് r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു സം p1 raised to k1 into p2 raised to k2 into etc. into pm raised to km, where p1, p2, etc. pm are distinct primes and k1, k2, etc. km are positive integers. ഈ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുമെന്നാണ്. അതിനുവേണ്ടി ആദ്യം r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലിൻ്റെ ഏതെങ്കിലും ഒരു പ്രൈം ഫാക്ടർ p ചൂസ് ചെയ്യുക. ദെൻ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p റേസ്ഡ് ടു k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് r ബൈ p റേസ്ഡ് ടു k പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് ടു k ആയിരിക്കും. കാരണം n-ന് നമുക്ക് r പ്ലസ് n മൈനസ് ആർ എന്ന് എഴുതാവുന്നതാണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p റേസ്ഡ് ടു k ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് r ബൈ p റേസ്ഡ് ടു k പ്ലസ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് ടു k. ദെൻ നമ്മൾ തിയറം 1-ന് മുമ്പ് പ്രൂവ് ചെയ്തിരുന്നു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് വൈ എന്ന്. അത് യൂസ് ചെയ്യുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ആർ ബൈ പി റേസ്ഡ് കെ പ്ലസ് എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ പി റേസ്ഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ആർ ബൈ പി റേസ്ഡ് കെ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ മൈനസ് ആർ ഡിവൈഡഡ് ബൈ പി റേസ്ഡ് കെ എന്ന് കിട്ടും. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ പി റേസ്ഡ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ആർ ബൈ പി റേസ്ഡ് കെ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് k ഫോർ k ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഓരോ പോസിറ്റീവ് ഇൻറ്റിജർ kയ്ക്കും ഈ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഈ ഇനീക്വാലിറ്റീസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ സമേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p റേസ്ഡ് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമേഷൻ ഓവർ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് r ബൈ p റേസ്ഡ് k പ്ലസ് സമേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് k എന്ന് കിട്ടും. എബോവ് ഇക്വേഷനിലുള്ള ഓരോ സീരീസും ഫൈനൈറ്റ് ആണ്. കാരണം n ഒരു ഫിക്സഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസിന് ശേഷം p റേസ്ഡ് k ഗ്രേറ്റർ ദാൻ n ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആറും n മൈനസ് ആറും എല്ലാം ലെസ് ദാൻ p റേസ്ഡ് k ആയിരിക്കും. ഹെൻസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p റേസ്ഡ് k ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് r ബൈ p റേസ്ഡ് k ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് k ആർ ഓൾ സീറോസ്. ഓൾസോ ഫോർ എനി m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k greatest integer of n by p raised to m equal to 0, greatest integer of r by p raised to m equal to 0, and greatest integer of n minus r divided by p raised to m equal to 0. സോ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേജസിന് ശേഷം ആ സീരീസിലെ എല്ലാ ടേംസും സീറോസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷനിലുള്ള ഓരോ സീരീസും ഫൈനൈറ്റ് ആണ്. ഈ ഇനീക്വാലിറ്റിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള സീരീസ് സമേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p raised to k n ഫാക്ടോറിയലിനുള്ള പിയുടെ ഹൈസ്റ്റ് പവറിൻ്റെ എക്സ്പൊണൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സമേഷൻ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് r ബൈ p റേസ്ഡ് k r ഫാക്ടോറിയലിലുള്ള പിയുടെ ഹൈസ്റ്റ് പവറിൻ്റെ എക്സ്പൊണൻ്റ് ആണ്. സമേഷൻ ഓവർ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n മൈനസ് ആർ ഡിവൈഡഡ് ബൈ p റേസ്ഡ് k n മൈനസ് ആർ ഫാക്ടോറിയലിലുള്ള പിയുടെ ഹൈസ്റ്റ് പവറിൻ്റെ എക്സ്പൊണൻ്റ് ആണ്. ദെൻ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലിലുള്ള പിയുടെ ഹൈസ്റ്റ് പവറിൻ്റെ എക്സ്പൊണൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ രണ്ട് ഇൻറ്റിജേഴ്സും ആഡ് ചെയ്താൽ മതി. സോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് സീരീസുകളുടെയും സമ്മ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പിയുടെ ഹൈസ്റ്റ് പവറാണ്. സോ ദി എക്സ്പൊണൻ്റ് ഓഫ് ഹൈസ്റ്റ് പവർ ഓഫ് പി ഇൻ n ഫാക്ടോറിയൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദി എക്സ്പൊണൻ്റ് ഓഫ് ദി ഹൈസ്റ്റ് പവർ ഓഫ് പി ഇൻ ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയൽ. അതായത് ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലിൻ്റെ കാനോനിക്കൽ ഫോം p1 raised to k1 into p2 raised to k2 into etc. into pm raised to km ആണെങ്കിൽ ഓരോ pa raised to kകളും n ഫാക്ടോറിയലിൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. സോ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ഫാക്ടോറിയലിൻ്റെ ഏതൊരു ഡിവൈസർ d ചൂസ് ചെയ്താലും അത് n ഫാക്ടോറിയലിൻ്റെയും ഒരു ഡിവൈസർ ആയിരിക്കും.
ഇതിൽ നിന്നും ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ എൻ ഫാക്ടോറിയലിൻ്റെ ഒരു ഡിവൈസറാണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഒരു ഇൻറ്റിജർ ആയിരിക്കും. സോ ദി ബൈനോമിയൽ കോഎഫിഷ്യൻ എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് എൻ ഇൻറ്റിജർ. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ് ഫോർ എ പോസിറ്റീവ് ഇൻറ്റിജർ ആർ ദി പ്രോഡക്റ്റ് ഓഫ് എനി ആർ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ ആർ ഫാക്ടോറിയൽ. അതായത് ആർ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ഏതെങ്കിലും ആർ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ചൂസ് ചെയ്താൽ അവയുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും ആർ ഫാക്ടോറിയൽ എന്നാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യുന്ന ആർ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിലെ ലാർജസ്റ്റ് വൺ എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻറ്റിജേഴ്സ് ഡിസെൻഡിങ് ഓർഡറിൽ ഇതുപോലെയായിരിക്കും എൻ, എൻ മൈനസ് വൺ, എൻ മൈനസ് ടു എക്സെട്ര എൻ മൈനസ് ഓഫ് ആർ മൈനസ് വൺ. ഇതുപോലെയായിരിക്കും നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. സോ അവയുടെ പ്രൊഡക്റ്റ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ. നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഇതുപോലെ എഴുതാവുന്നതാണ്. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് ആർ ഇൻറ്റു എക്സെട്ര ഇൻറ്റു ടു ഇൻറ്റു വൺ ഓൾ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഇൻറ്റു എക്സെട്ര ഇൻറ്റു ടു ഇൻറ്റു വൺ. റൈറ്റ് സൈഡിലുള്ള എക്സ്പ്രഷൻ്റെ ന്യൂമറേറ്ററിൽ എൻ ഫാക്ടോറിയലും ഡിനോമിനേറ്ററിൽ എൻ മൈനസ് ആർ ഫാക്ടോറിയലുമാണ്. സോ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ദെൻ റൈറ്റ് സൈഡിൽ ഒരു ആർ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്ന് കിട്ടും. ദെൻ പ്രീവിയസ് തിയറം യൂസ് ചെയ്യുമ്പോൾ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഒരു ഇൻറ്റിജർ ആണെന്ന് കിട്ടും. സോ നമ്മൾ ചൂസ് ചെയ്ത ആർ കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ആർ ഫാക്ടോറിയലിൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുവാൻ സാധിച്ചു. ദെയർഫോർ ആർ ഫാക്ടോറിയൽ ഡിവൈഡ്സ് ദി പ്രോഡക്റ്റ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ മൈനസ് ആർ പ്ലസ് വൺ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then next theorem, theorem 3, let small f and capital F be number theoretic functions such that capital F of n equal to summation over d divides n small f of d. Then for any positive integer capital N, summation over k equal to 1 to capital N, capital F of n equal to summation over k equal to 1 to capital N small f of k into greatest integer of n by k. അതായത് സ്മോൾ എഫും ക്യാപിറ്റൽ എഫും രണ്ട് നമ്പർ തിയററ്റിക് ഫങ്ഷൻസ്. ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി. അങ്ങനെയാണെങ്കിൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ ചൂസ് ചെയ്താലും സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ, ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ സ്മോൾ എഫ് ഓഫ് കെ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എൻ ബൈ കെ ആയിരിക്കുമെന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. ആർബിട്രറി ആയിട്ടൊരു പോസിറ്റീവ് ഇൻറ്റിജർ ക്യാപിറ്റൽ എൻ ചൂസ് ചെയ്യുക. ദെൻ ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി ആയതുകൊണ്ട് സമേഷൻ ഓവർ കെ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ, ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമേഷൻ ഓവർ എൻ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 1 എഫ് ഓഫ് ഡി പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 2 എഫ് ഓഫ് ഡി പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 3 എഫ് ഓഫ് ഡി പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 4 എഫ് ഓഫ് ഡി പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 5 എഫ് ഓഫ് ഡി പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 6 എഫ് ഓഫ് ഡി പ്ലസ് എക്സെട്ര പ്ലസ് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് ക്യാപിറ്റൽ എൻ എഫ് ഓഫ് ഡി. 1ൻ്റെ പോസിറ്റീവ് ഫാക്ടർ 1 മാത്രമായതുകൊണ്ട് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 1 എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് 1 ആണ്. സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 2 എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 ആണ്. കാരണം 2ൻ്റെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 1ഉം 2ഉം മാത്രമാണ്. 3യുടെ പോസിറ്റീവ് ഫാക്ടേഴ്സ് 1ഉം 3ഉം ആയതുകൊണ്ട് സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 3 എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 3. 4ൻ്റെ പോസിറ്റീവ് ഡിവൈഡ്സേഴ്സ് 1, 2 and 4 ആണ്. സോ സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 4 എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 4. ഇതുപോലെ സമേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 5 എഫ് ഓഫ് ഡി ഈക്വൽ ടു എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 5.
summation over d divided 6 f of d equal to f of 1 plus f of 2 plus f of 3 plus f of 6 and so on. ഇത് യൂസ് ചെയ്യുമ്പോൾ summation over k equal to 1 to capital N, capital F of n equal to f of 1 plus f of 1 plus f of 2 plus f of 1 plus f of 3 plus f of 1 plus f of 2 plus f of 4 plus f of 1 plus f of 5 plus f of 1 plus f of 2 plus f of 3 plus f of 6 plus etc. ഒരു ഫിക്സഡ് പോസിറ്റീവ് ഇൻറ്റിജർ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ചൂസ് ചെയ്താൽ എഫ് ഓഫ് കെ എന്നുള്ള ടേം സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡിയിൽ അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ എന്നിൻ്റെ ഒരു ഡിവൈസർ ആയിരിക്കണം. നേരെ തിരിച്ച് കെ എന്നിൻ്റെ ഒരു ഡിവൈസർ ആണെങ്കിൽ സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡിയിലെ ഒരു ടേം ആയിരിക്കും എഫ് ഓഫ് കെ. Therefore, the term f of k appears in summation over d divides n f of d if and only if k is a divisor of n. For example, f of 1 എല്ലാ summation over d divides n f of d യിലും അപ്പിയർ ചെയ്യുന്നുണ്ട് for n equal to 1 to 3 up to capital N. കാരണം എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഫാക്ടറാണ് 1. summation over d divides n f of d യിൽ f of 2 അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ n ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. summation over d divides n f of d യിൽ f of 3 അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ n 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം and so on. സോ എഫ് ഓഫ് കെ അപ്പിയർ ചെയ്യുന്ന നമ്പർ ഓഫ് സംസ് സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡി കണ്ടുപിടിക്കുവാൻ 1 2 3 എക്സെട്ര ക്യാപിറ്റൽ എന്നിൽ കെയുടെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. 1 2 3 എക്സെട്ര ക്യാപിറ്റൽ എന്നിൽ 1ൻ്റെ മൾട്ടിപ്പിൾസ് ക്യാപിറ്റൽ എൻ ആണ്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 1 ആണ്. 1 2 3 എക്സെട്ര ക്യാപിറ്റൽ എന്നിൽ 2ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2 ആണ്. ആ മൾട്ടിപ്പിൾസ് 1 into 2 2 into 2 3 into 2 എക്സെട്ര ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2 into 2 ആയിരിക്കും. 1 2 3 എക്സെട്ര ക്യാപിറ്റൽ എന്നിൽ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ നമ്പർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 3 ആണ്. ആ മൾട്ടിപ്പിൾസ് 1 into 3 2 into 3 3 into 3 എക്സെട്ര ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 3 into 3 ആയിരിക്കും. സോ ജനറലായിട്ട് പറയുമ്പോൾ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എൻ 1 2 3 എക്സെട്ര ക്യാപിറ്റൽ എൻ ഇൻറ്റിജേഴ്സിൽ കെയുടെ മൾട്ടിപ്പിൾസിൻ്റെ എണ്ണം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ കെ ആണ്. ആ മൾട്ടിപ്പിൾസ് കെ 2k 3k എക്സെട്ര ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ ഇവയായിരിക്കും. Thus, exactly greatest integer of capital N divided by k numbers among 1 2 3 etc. capital N are divisible by k. So, k less than or equal to capital N ആവുന്ന വിധത്തിൽ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും എഫ് ഓഫ് കെ അപ്പിയർ ചെയ്യുന്ന സംസ് സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ എഫ് ഓഫ് ഡികളുടെ നമ്പർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ കെ ആയിരിക്കും. സോ മൊത്തം സമ്മിൽ അതായത് സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to capital N ക്യാപിറ്റൽ എഫ് ഓഫ് എന്നിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ കെ ടൈംസ് എഫ് ഓഫ് കെ അപ്പിയർ ചെയ്യുന്നുണ്ട്. സോ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to capital N ക്യാപിറ്റൽ എഫ് ഓഫ് എന്നിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 1 ടൈംസ് എഫ് ഓഫ് 1 ഉണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 2 ടൈംസ് എഫ് ഓഫ് 2 ഉണ്ട്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ 3 ടൈംസ് എഫ് ഓഫ് 3 ഉണ്ട് ആൻഡ് സോ ഓൺ. സോ ഈ ഐഡിയ യൂസ് ചെയ്യുമ്പോൾ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to capital N ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു summation over k equal to 1 to capital N summation over d divides n small f of d which is equal to f of 1 into greatest integer of capital N divided by 1 plus f of 2 into greatest integer of capital N divided by 2 plus f of 3 into greatest integer of capital N divided by 3 plus etc. plus f of capital N into greatest integer of n by n എന്ന് കിട്ടും. That is summation over k equal to 1 to capital N capital F of n equal to summation over k equal to 1 to capital N small f of k into greatest integer of capital N divided by k. ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ തിയറത്തിൽ നിന്നും കിട്ടുന്ന രണ്ട് റിസൾട്ടുകളാണ് നെക്സ്റ്റ് കൊറോളറികളിൽ. ഫസ്റ്റ് വൺ, ഇഫ് ക്യാപിറ്റൽ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ദെൻ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to capital N ടോ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു 1 to capital N ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ. നമുക്കറിയാം ടോ ഫംഗ്ഷനെ സിഗ്മ നോട്ടേഷനിൽ ഇതുപോലെ എഴുതാവുന്നതാണ്. ടോ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ 1. സോ സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു 1 to capital N ടോ ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ഈക്വൽ ടു 1 to capital N സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ 1. ദെൻ എബോവ് തിയറത്തിൽ ക്യാപിറ്റൽ എഫിന് പകരം ടോയും സ്മോൾ എഫിന് പകരം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ഈക്വൽ ടു 1 ഫോർ ഓൾ എന്നും ചൂസ് ചെയ്താൽ
summation over n equal to 1 to capital N, tau of n equal to summation over n equal to 1 to capital N, capital F of n, which is equal to summation over n equal to 1 to capital N, small f of n into greatest integer of capital N divided by small n എന്ന് കിട്ടും. Then f of n equal to 1 ആയതുകൊണ്ട് summation over n equal to 1 to capital N, tau of n equal to summation over n equal to 1 to capital N, greatest integer of capital N divided by small n എന്ന് കിട്ടും. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. Then second one, if capital N is a positive integer, then summation over n equal to 1 to capital N, sigma of n equal to summation over n equal to 1 to capital N, small n into greatest integer of capital N divided by small n. സിഗ്മ ഫംഗ്ഷനെ സിഗ്മ നൊട്ടേഷനിൽ നമുക്കിതുപോലെ എഴുതാവുന്നതാണ്. സിഗ്മ ഓഫ് n ഈക്വൽ ടു സമ്മേഷൻ ഓവർ d ഡിവൈഡ്സ് n d. Therefore summation over n equal to 1 to capital N, sigma of n equal to summation over n equal to 1 to capital N, summation over d divides n d. Then above തിയറത്തിൽ ക്യാപിറ്റൽ എഫിന് പകരം സിഗ്മയും സ്മോൾ എഫിന് പകരം ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് n ഈക്വൽ ടു എന്നും ചൂസ് ചെയ്യുകയാണെങ്കിൽ സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 1 to capital N, സിഗ്മ ഓഫ് n ഈക്വൽ ടു summation over n equal to 1 to capital N, capital F of n equal to summation over n equal to 1 to capital N, small f of n into greatest integer of capital N divided by small n എന്ന് കിട്ടും. Then f of n equal to n for all n ആയതുകൊണ്ട് summation over n equal to 1 to capital N, sigma of n equal to summation over n equal to 1 to capital N, small n into greatest integer of capital N divided by small n എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഈ കൊറോളറിയിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് സ്മോൾ എഫ് ആൻഡ് ക്യാപിറ്റൽ എഫ് ബി നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി. ദെൻ വെരിഫൈ ദി റിസൾട്ട്. സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to capital N, capital F of k equal to summation over k equal to 1 to capital N, small f of k into greatest integer of capital N divided by k for capital N equal to 5. അതായത് സ്മോൾ എഫും ക്യാപിറ്റൽ എഫും തിയറം 3-ലുള്ളതുപോലെ രണ്ട് നമ്പർ തിയററ്റിക് ഫംഗ്ഷൻസ്. ദെൻ ആ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ട് ക്യാപിറ്റൽ N ഈക്വൽ ടു 5നെ വെരിഫൈ ചെയ്യുവാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ക്യാപിറ്റൽ എഫ് ഓഫ് എൻ ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് എൻ സ്മോൾ എഫ് ഓഫ് ഡി ആയതുകൊണ്ട് ക്യാപിറ്റൽ എഫ് ഓഫ് 1 ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഡി ഡിവൈഡ്സ് 1 സ്മോൾ എഫ് ഓഫ് ഡി എന്ന് കിട്ടും. 1ന് ആകെ ഒരു പോസിറ്റീവ് ഡിവൈസർ മാത്രമേ ഉള്ളൂ, അത് 1 തന്നെയാണ്. So summation over d divides 1 small f of d equal to small f of 1. So capital F of 1 equal to small f of 1. Then 2ൻ്റെ ഫാക്ടേഴ്സ് 1ഉം 2ഉം ആയതുകൊണ്ട് capital F of 2 equal to summation over d divides 2 small f of d which is equal to small f of 1 plus small f of 2. Similarly capital F of 3 equal to summation over d divides 3 f of d which is equal to f of 1 plus f of 3. Capital F of 4 equal to summation over d divides 4 small f of d which is equal to f of 1 plus f of 2 plus f of 4, and capital F of 5 equal to summation over d divides 5 small f of d which is equal to f of 1 plus f of 5. Therefore summation over k equal to 1 to 5 capital F of k equal to capital F of 1 plus capital F of 2 plus capital F of 3 plus capital F of 4 plus capital F of 5 which is equal to small f of 1 plus f of 1 plus f of 2 plus f of 1 plus f of 3 plus f of 1 plus f of 2 plus f of 4 plus f of 1 plus f of 5 which is equal to 5 into f of 1 plus 2 into f of 2 plus f of 3 plus f of 4 plus f of 5. Now summation over k equal to 1 to 5 small f of k into greatest integer of capital N divided by k equal to f of 1 into greatest integer of 5 by 1 plus f of 2 into greatest integer of 5 by 2 plus f of 3 into greatest integer of 5 by 3 plus f of 4 into greatest integer of 5 by 4 plus f of 5 into greatest integer of 5 by 5. Greatest integer of 5 by 1 equal to 5 ആണ്. Greatest integer of 5 by 2 equal to 2. Greatest integer of 5 by 3 equal to 1. Greatest integer of 5 by 4 equal to 1 and greatest integer of 5 by 5 equal to 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to 5 സ്മോൾ എഫ് ഓഫ് കെ ഇൻറ്റു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഓഫ് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു 5 ഇൻറ്റു എഫ് ഓഫ് 1 പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് 2 പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് 3 പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് 4 പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് 5 എന്ന് കിട്ടും. അത് തന്നെയായിരുന്നു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to 5 ക്യാപിറ്റൽ എഫ് ഓഫ് കെയും. Therefore summation over k equal to 1 to 5 capital F of k equal to summation over k equal to 1 to 5 small f of k into greatest integer of capital N divided by k.
സോ തിയറം 3യിലെ റിസൾട്ട് നമ്മൾ n ഈക്വൽ ടു 5 വെരിഫൈ ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദി ഫോളോയിങ് റിസൾട്ട്സ് ഫോർ ക്യാപിറ്റൽ N ഈക്വൽ ടു 6. ഫസ്റ്റ് വൺ, summation over n ഈക്വൽ ടു 1 to capital N, tau of n ഈക്വൽ ടു summation over n ഈക്വൽ ടു 1 to capital N, greatest integer of capital N divided by small n. Second one, summation over n equal to 1 to capital N, sigma of n equal to summation over n equal to 1 to capital N small n into greatest integer of capital N divided by small n. നമ്മൾ പ്രീവിയസ് കൊറോളറുകളിൽ പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ക്യാപിറ്റൽ N ഈക്വൽ ടു 6 വെരിഫൈ ചെയ്യുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം n ഈക്വൽ ടു P1 റേസ് ടു K1 ഇൻറ്റു P2 റേസ് ടു K2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR റേസ് ടു KR ആണെങ്കിൽ tau of n ഈക്വൽ ടു K1 പ്ലസ് 1 ഇൻറ്റു K2 പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു KR പ്ലസ് 1 ആണെന്ന്. ഇവിടെ എല്ലാം സ്മോൾ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. 1ൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 1 ആയതുകൊണ്ട് tau of 1 ഈക്വൽ ടു 1. 2ൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 2 ആയതുകൊണ്ട് tau of 2 ഈക്വൽ ടു 2. 3യുടെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 2 ആയതുകൊണ്ട് tau of 3 ഈക്വൽ ടു 2. 4ൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 3 ആയതുകൊണ്ട് tau of 4 ഈക്വൽ ടു 3. 5ൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 2 ആയതുകൊണ്ട് tau of 5 ഈക്വൽ ടു 2. 6ൻ്റെ നമ്പർ ഓഫ് ഡിവൈസേഴ്സ് 4 ആയതുകൊണ്ട് tau of 6 ഈക്വൽ ടു 4. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സമ്മേഷൻ ഓവർ n ഈക്വൽ ടു 1 to 6 tau of n ഈക്വൽ ടു tau of 1 plus tau of 2 plus tau of 3 plus tau of 4 plus tau of 5 plus tau of 6 which is equal to 1 plus 2 plus 2 plus 3 plus 2 plus 4 which is equal to 14. Now summation over n equal to 6, greatest integer of 6 by n equal to greatest integer of 6 by 1 plus greatest integer of 6 by 2 plus greatest integer of 6 by 3 plus greatest integer of 6 by 4 plus greatest integer of 6 by 5 plus greatest integer of 6 by 6 which is equal to 6 plus 3 plus 2 plus 1 plus 1 plus 1 which is equal to 14. Therefore summation over n equal to 1 to 6 tau of n equal to summation over n equal to 1 to 6 greatest integer of 6 by n. Then second part, നമുക്കറിയാം സിഗ്മ ഓഫ് P1 റേസ് ടു K1 ഇൻറ്റു P2 റേസ് ടു K2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു PR റേസ് ടു KR ഈക്വൽ ടു product over 1 less than or equal to I less than or equal to R PI raised to KI plus 1 minus 1 divided by PI minus 1 ആണെന്ന്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ചെറിയ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഈ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സിഗ്മ ഓഫ് n ഡിനോട്ട് ചെയ്യുന്നത് n-ൻ്റെ പോസിറ്റീവ് ഡിവൈസേഴ്സിൻ്റെ സമ്മാണ്. സോ സിഗ്മ ഓഫ് 1 ഈക്വൽ ടു 1, സിഗ്മ ഓഫ് 2 ഈക്വൽ ടു 1 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 3, സിഗ്മ ഓഫ് 3 ഈക്വൽ ടു 1 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 4, sigma of 4 equal to 1 plus 2 plus 4 which is equal to 7, sigma of 5 equal to 1 plus 5 which is equal to 6, and sigma of 6 equal to 1 plus 2 plus 3 plus 6 which is equal to 12. Therefore summation over n equal to 1 to 6 sigma of n equal to 1 plus 3 plus 4 plus 7 plus 6 plus 12 which is equal to 33. Now summation over n equal to 1 to 6 n into greatest integer of 6 by n equal to 1 into greatest integer of 6 by 1 plus 2 into greatest integer of 6 by 2 plus 3 into greatest integer of 6 by 3 plus 4 into greatest integer of 6 by 4 plus 5 into greatest integer of 6 by 5 plus 6 into greatest integer of 6 by 6 which is equal to 1 into 6 plus 2 into 3 plus 3 into 2 plus 4 into 1 plus 5 into 1 plus 6 into 1 which is equal to 33. Hence summation over n equal to 1 to 6 sigma of n equal to summation over n equal to 1 to 6 n into greatest integer of 6 by n. ഇത് രണ്ടുമാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. Then next question, find the highest power of 5 dividing 1000 factorial. 1000 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹിയർ p ഈക്വൽ ടു 5, n ഈക്വൽ ടു 1000. n ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന പ്രൈം പിയുടെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to infinity ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n ബൈ p റേസ് ടു k ആണ്. ഇവിടെ n ഈക്വൽ ടു 1000, p ഈക്വൽ ടു 5. നൗ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 1000 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 200. Greatest integer of 1000 divided by 5 square equal to 40. Greatest integer of 1000 divided by 5 cube equal to 8. Greatest integer of 1000 divided by 5 raised to 4 equal to 1. Greatest integer of 1000 divided by 5 raised to 5 equal to 0. Then k greater than or equal to 5 ആണെങ്കിൽ greatest integer of 1000 divided by 5 raised to k equal to 0 ആയിരിക്കും. So the highest power of 5 that divides 1000 factorial equal to
summation over k equal to 1 to infinity greatest integer of 1000 divided by 5 raised to k, which is equal to 200 plus 40 plus 8 plus 1 plus 0 plus 0 plus etc., which is equal to 249. അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, find the number of zeros with which the decimal expansion of 79 factorial terminates. 79 ഫാക്ടോറിയലിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോഴുള്ള സീറോസ് എത്ര എണ്ണമുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ എക്സ്പ്രഷൻ്റെ എൻഡിൽ കോൺസിക്യൂട്ടീവ് സീറോസ് എത്ര എണ്ണം ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് പകരം 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിച്ചാൽ മതി. ബട്ട് 10 ഒരു പ്രൈം നമ്പർ അല്ലാത്തതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഫോർമുലാസ് ഒന്നും തന്നെയില്ല. സോ നമുക്ക് ആദ്യം 10നെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 10 ഈക്വൽ ടു 2 × 5 ആണ്. ദെൻ 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 10ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെയും 5ൻ്റെയും ഹയസ്റ്റ് പവേഴ്സ് കണ്ടുപിടിച്ച് അതിൽ സ്മോളസ്റ്റ് വൺ ചൂസ് ചെയ്താൽ മതി. സോ നമുക്ക് 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെയും 5ൻ്റെയും ഹയസ്റ്റ് പവേഴ്സ് കണ്ടുപിടിക്കാം. By theorem 1, the exponent of the highest power of 2 that divides 79 factorial is equal to summation over k equal to 1 to infinity greatest integer of 79 divided by 2 raised to k ആണ്. Now greatest integer of 79 divided by 2 equal to 39. Greatest integer of 79 divided by 2 square equal to 19. Greatest integer of 79 divided by 2 cube equal to 9. Greatest integer of 79 divided by 2 raised to 4 equal to 4. Greatest integer of 79 divided by 2 raised to 5 equal to 2. Greatest integer of 79 divided by 2 raised to 6 equal to 1. Greatest integer of 79 divided by 2 raised to 7 equal to 0. Then 7നേക്കാൾ ഗ്രേറ്റർ ആയ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ k ചൂസ് ചെയ്താലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 79 divided by 2 raised to kയും 0 ആയിരിക്കും. Therefore the exponent of the highest power of 2 that dividing 79 factorial is equal to 39 plus 19 plus 9 plus 4 plus 2 plus 1 plus 0 plus etc., which is equal to 74. So 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവർ 74 ആണ്. ദെൻ 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കാം. ദി എക്സ്പോണൻറ്റ് ഓഫ് ഹയസ്റ്റ് പവർ ഓഫ് 5 ദാറ്റ് ഡിവൈഡ് 79 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ k ഈക്വൽ ടു 1 to infinity greatest integer of 79 divided by 5 raised to k. Now greatest integer of 79 divided by 5 equal to 15. Greatest integer of 79 divided by 5 square equal to 3. Greatest integer of 79 divided by 5 cube equal to 0. Then k greater than or equal to 3 ആണെങ്കിൽ greatest integer of 79 divided by 5 raised to k equal to 0 ആയിരിക്കും. Therefore the highest power of 5 that dividing 79 factorial is equal to 15 plus 3 plus 0 plus 0 plus etc., which is equal to 18. So 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ 18 ആണ്. സോ 79 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യുന്ന 2ൻ്റെ ഹയസ്റ്റ് പവർ 74 ആണ്. 5ൻ്റെ ഹയസ്റ്റ് പവർ 18 ആണ്. അതിൽ മിനിമം 18 ആയതുകൊണ്ട് ദി ഹയസ്റ്റ് പവർ ഓഫ് 10 ദാറ്റ് ഡിവൈഡ് 79 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 18. Therefore the decimal expansion of 79 factorial ends with 18 zeros. അത് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question, for an integer n greater than or equal to 0, show that greatest integer of n by 2 minus greatest integer of minus n by 2 equal to n. അതായത് n ഏതെങ്കിലും ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n by 2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് മൈനസ് n by 2 ഈക്വൽ ടു n എന്നാണ്. രണ്ട് കേസായിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ n ഒരു ഈവൻ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ n by 2ഉം മൈനസ് n by 2ഉം ഇൻറ്റിജേഴ്സ് ആയിരിക്കും. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n by 2 ഈക്വൽ ടു n by 2 ആയിരിക്കും. ആൻഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് മൈനസ് n by 2 ഈക്വൽ ടു മൈനസ് n by 2. Therefore greatest integer of n by 2 minus greatest integer of minus n by 2 equal to n by 2 minus of minus n by 2, which is equal to n. So n ഒരു ഈവൻ നമ്പർ ആകുമ്പോൾ ആവശ്യമുള്ള റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ദെൻ സെക്കൻഡ് കേസായിട്ട് n ഒരു ഓഡ് നമ്പർ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ n by 2ഉം മൈനസ് n by 2ഉം ഇൻറ്റിജേഴ്സ് ആയിരിക്കുകയില്ല. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n by 2 ഈക്വൽ ടു n മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ്. അതുപോലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് മൈനസ് n by 2 ഈക്വൽ ടു മൈനസ് n മൈനസ് 1 ഓൾ ഡിവൈഡഡ് ബൈ 2 ആണ്.
Therefore, greatest integer of n by 2 minus greatest integer of minus n by 2 equal to n minus 1 all divided by 2 minus of minus n minus 1 all divided by 2 which is equal to n minus 1 plus n plus 1 all divided by 2 which is equal to n. So n ഒരു ഓഡ് നമ്പർ ആകുമ്പോഴും നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് നമ്മൾ വെരിഫൈ ചെയ്തു. സോ ഇൻ ഈച്ച് കേസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് n by 2 മൈനസ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് മൈനസ് n by 2 ഈക്വൽ ടു n. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.